കർത്താവിൽ പ്രിയരെ, ദാവീദ് രാജാവ് പറയുന്നത് പോലെ, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. സത്യത്തിൽ ദൈവം നമ്മെ താങ്ങി എഴുന്നേൽപ്പിച്ചതാണ്. നമ്മെ പോലെ എത്രയോ ആളുകൾ കിടക്ക് വിട്ടെഴുന്നേൽക്കാൻ കഴിയാതെ കഷ്ടത്തിലായിരിക്കുമ്പോൾ നമുക്ക് സർവശക്തനായ ദൈവം തന്ന ഈ ആരോഗ്യത്തിനും ബലത്തിനുമായിട്ട് ദൈവത്തിന് നന്ദി പറയുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഓരോ നിമിഷങ്ങളും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 20-ാം വാക്യം വായിക്കട്ടെ. ആ പുരുഷന്മാർ അവൻ്റെ അടുക്കൽ വന്നു, വരുവാനുള്ളവൻ നീയോ, അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോഹന്നാൻ സ്നാപകൻ ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്നാപക യോഹന്നാന്റെ നിഷ്കപടമായ ഒരു സംശയമാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒട്ടും കപടതയില്ലാത്ത സംശയം തീർച്ചയായിട്ടും ശക്തമായ വിശ്വാസത്തിലേക്കുള്ള ചവിട്ടുപടി ആയിരിക്കും എന്നുള്ളതും ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. അതായത് സത്യം അറിയണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടിയുള്ള സംശയമായിരിക്കണം നമ്മുടെ സംശയം. ദൈവം ഉണ്ടോ എന്ന് ഒരാൾ ചോദിക്കുന്നത് ചിലപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യമാവാം, അല്ല നമ്മിലുള്ള ദൈവവിശ്വാസത്തെ അളക്കാനുള്ള ചോദ്യമാവും. വാസ്തവമായും നമ്മുടെ സംശയം യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവവചനത്തിന് വിരുദ്ധമല്ല. തന്നെയുമല്ല, അത് മുഖാന്തിരം ദൈവം നമ്മെ സത്യത്തിലേക്ക് നടത്തുമെന്നുള്ളതും സംശയമില്ലാത്ത കാര്യമാണ്. 10,000 പേരും ചക്കുകുത്തും അമ്മ വെക്കും ഞാനുണ്ണും ഒരു കാലത്തുണ്ടായിരുന്ന ഒരു പഴമൊഴിയാണ്. അതായത് ഒന്നിനെക്കുറിച്ചും ഒന്നും അറിയണ്ട, ഒരു ഉത്തരവാദിത്വവും വേണ്ട, ഒരു സംശയവും വേണ്ട, ഉണ്ണാൻ കിട്ടുക എന്നത് മാത്രം മതി, അല്ലെങ്കിൽ വയറ് നിറയുക എന്നത് മാത്രം മതി. ഇന്നും നമ്മൾ അനുഭവിക്കുന്ന ഈ പുരോഗതികളുടെയൊക്കെ പിന്നിൽ അനേകരുടെ സംശയത്തിന്റെ പിന്നാലെയുള്ള നെട്ടോട്ടത്തിന്റെ മറുപടിയാണ്. ഗലീലിയോ എന്ന ശാസ്ത്രജ്ഞൻ ചിന്തിച്ചത് ഭൂമിക്ക് യാതൊരു ചലനവുമില്ല എന്ന് ചിന്തിക്കുന്നത് ശരിയാണോ? അഖിലാണ്ടത്തിന്റെ മുഴുവൻ കേന്ദ്രം ഭൂമിയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സിദ്ധാന്തത്തെ കോപ്പർനിക്കസ് സംശയത്തോടെയാണ് നോക്കിയത്. ത്തിൽ നിന്ന് വീണ ആപ്പിളിന് നമ്മുടെ നോട്ടത്തിൽ പ്രത്യേക കാര്യങ്ങളൊന്നും ചിന്തിക്കാനില്ല. എന്നാൽ ഐസക് ന്യൂട്ടൺ അതേക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെയാണല്ലോ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെക്കുറിച്ച് നമുക്കിന്ന് എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞത്. ഭൗതിക മണ്ഡലങ്ങളിൽ സംശയങ്ങൾ യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴികാട്ടലാണെങ്കിൽ ആത്മീയ മണ്ഡലത്തിലും സംശയങ്ങൾ കൊണ്ട് ധാരാളം പ്രയോജനമുണ്ട്. ഇവിടെ സംശയം ചോദിച്ച സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചയാളാണ്. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറഞ്ഞയാളാണ്. എന്തിന്? യേശു കർത്താവിനെ സ്നാനപ്പെടുത്തിയ ആളുമാണ്. ഇങ്ങനെ സകല നീതിയും നിവർത്തീകരിക്കട്ടെ എന്ന് കർത്താവിന്റെ വാക്ക് യോഹന്നാൻ അംഗീകരിക്കുന്ന ആ സാഹചര്യമുണ്ടല്ലോ, ആ ഉന്നതമായ അവസ്ഥയിലേക്ക് യോഹന്നാനെ എത്തിക്കാതിരിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ചും നമ്മളെ എല്ലാവരെയും കുറിച്ചും ദൈവത്തിന് വ്യക്തമായ ചില പദ്ധതികളുണ്ട്. എന്നാൽ അവയൊന്നുപോലും നമ്മുടെ ജീവിതത്തിൽ നടപ്പാകാതിരിക്കാൻ ശത്രുവായ പിശാച് ആവുന്നിടത്തോളം പോരാടുന്നുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. വിശ്വാസ സംബന്ധമായും ദൈവവചന സംബന്ധമായും നമ്മുടെ ഉള്ളിൽ മുളയ്ക്കുന്ന ചില സംശയങ്ങൾ നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് മാത്രമേ കാരണമാകാവൂ. നോക്കൂ, വരുവാനുള്ള മശിഹായാണ് യേശു എന്ന് തിരിച്ചറിയുന്ന ആളായിരുന്നു യോഹന്നാൻ. എന്നാൽ ഇപ്പോൾ ഹെരോദാവിന്റെ വിധി പ്രതീക്ഷിച്ചുകൊണ്ട് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ഈ അവസരത്തിലാണ് യോഹന്നാന്റെ ഹൃദയത്തിൽ ഒരു സംശയം ഉണ്ടാവുന്നത്. സത്യത്തിൽ ഇവൻ തന്നെയാണോ മശിഹ? ഞാനാണ് മശിഹ എന്ന് തിരിച്ചൊരു മറുപടി കൊടുത്തയക്കുകയല്ല കർത്താവ് ചെയ്തത്. കർത്താവ് അവരെ ഇങ്ങനെ പറഞ്ഞയച്ചു: കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ അറിയിപ്പിൻ. പ്രിയരെ, നമ്മുടെ സംശയങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിൽ കൊണ്ടുചെല്ലുവാൻ ഒരിക്കലും നമ്മൾ മടി കാണിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഇത്രയും പരിശ്രമിച്ചിട്ടും ഇത്രയും പഠിച്ചിട്ടും ഇങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടും എനിക്ക് മാത്രം എന്തേ ഈ അവസ്ഥയെന്ന് ചോദിച്ചുകൊണ്ട് തൊഴിൽ മേഖലകളിൽ വ്യാകുലപ്പെടുന്ന എത്രയോ ആളുകളെ നമുക്കറിയാം. ഒരു കാര്യം മറക്കണ്ട, നിങ്ങളെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിട്ടുള്ള സകല പദ്ധതികളും തക്ക സമയത്ത് നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും. സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടക്കുമാറാക്കി. നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന വഴികൾ
ആയിരിക്കുന്ന അവസ്ഥകൾ, അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ ഒക്കെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് എന്നത് വാസ്തവം തന്നെയാണ്. എങ്കിലും ഒരു കാര്യം മറക്കണ്ട, പാർപ്പാൻ തക്ക പട്ടണത്തിലേക്കുള്ള വഴിയിലാണ് നിങ്ങൾ. എത്തേണ്ട സ്ഥാനത്ത് കൃത്യസമയത്ത് കൃത്യതയോടെ ദൈവം നിങ്ങളെ എത്തിക്കുക തന്നെ ചെയ്യും. നോക്കൂ, അന്ധകാരത്തിന്റെ നടുവിലാണ് വിശ്വാസം ഏറ്റവും കൂടുതൽ പ്രകാശിക്കേണ്ടത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. അകാരണമായ സംശയങ്ങൾ ഞങ്ങളിൽ നിന്ന് അകറ്റി വിശ്വാസത്തിന്റെ ചുവടുകൾ ഉറപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.